എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ലോകത്ത് രണ്ട് തരം ചിന്താധാരകളെ ഉള്ളൂ എന്ന്. അതായത് ആത്മീയതയും ഭൗതികതയും. ആത്മീയ ചിന്താധാരയിൽ നീങ്ങുന്നവരെ നമ്മൾ ആത്മീയവാദികളെന്നും, ഭൗതികതയിൽ മുന്നോട്ട് പോകുന്നവരെ ഭൗതികവാദികളെന്നും ആണ് നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത്. ആത്മീയവാദികൾ പറയുന്നത് എന്താണ്? നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഒരു ശക്തിയുണ്ട്, അതായത് അഗോചരമായ ഒരു ശക്തിയുണ്ട്. അത് ദൈവം എന്ന ഒരു ശക്തി. ദൈവം എല്ലാം കാണുന്നുണ്ട്. നമ്മളെ നിയന്ത്രിക്കുന്നത് ദൈവമാണെന്നും, ദൈവത്തിൻ്റെ മുന്നിൽ നമുക്കൊന്നും മറച്ചു വെക്കാൻ കഴിയുകയില്ല. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് ദൈവം കാണുന്നുണ്ടെന്നും, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമ്മം സത്കർമ്മമാണെങ്കിൽ അതിൻ്റെ ഫലവും നമ്മൾക്ക് ദൈവം തരുമെന്നും, ദുഷ്കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലവും നമുക്ക് അനുഭവിക്കേണ്ടി വരും, ദൈവം അത് തരും എന്നുള്ള ഒരു ചിന്തയാണ് ആത്മീയവാദികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭൗതികവാദികൾ എന്താണ് പറയുന്നത്? നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്തത് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് നേരിട്ട് ഭൗതികമായി അനുഭവം ഉണ്ടാകാത്തതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് ഭൗതികവാദികളും പറയുന്നു. അതായത് ദൈവത്തിനെ നിങ്ങൾ കാണുന്നില്ല, അതുകൊണ്ട് ദൈവമൊന്നൊരു ശക്തിയില്ല, അതിനാൽ തന്നെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കരുത് എന്നാണ് ഈ ഭൗതികവാദികൾ പറയുന്നത്. എന്നാൽ സാമാന്യമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ആത്മീയവാദികൾ പറയുന്നു ദൈവം ഉണ്ടെന്ന് പറയുന്നു. അത് ദൈവം നമുക്ക് നമ്മുടെ കർമ്മം അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചുള്ള ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈശ്വരനത് ആ ഫലം നമുക്ക് അനുഭവവേദ്യമാക്കുമെന്ന് പറയുന്നു. അത് സത്യത്തിൽ ഈ ആത്മീയത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് കണ്ടുവരുന്ന എന്താണ്? പല വീടുകളിലും അച്ഛനമ്മമാർ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഈശ്വര പൂജ നടത്തുന്നു, ഈശ്വര ചിന്തനം നടത്തുന്നു. ഈശ്വരൻ എന്നുള്ള ഒരു ശക്തിയുണ്ട്. നമ്മളെന്തെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ, ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഫലം നമ്മളും നമ്മുടെ അടുത്ത തലമുറ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്യരുത്, ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ഫലം എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമക്കൾ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ വരും തലമുറകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത കാരണം നമ്മൾ പല തെറ്റുകളിൽ നിന്നും നമ്മൾ അതിൽ പിന്മാറുകയാണ് ചെയ്യുന്നത്. ചില ഉദാഹരണത്തിന് തന്നെ പറയാം. നമ്മൾ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ അടുത്ത് പല ആൾക്കാരും കാണും, നല്ല അവസ്ഥയിൽ ജീവിക്കുന്നവർ, സാമ്പത്തികമായിട്ടാണേലും ഏത് രീതിയിൽ അനുഭവിക്കുന്നത്. നമുക്ക് തോന്നുക അവരുടെ കുറച്ച് സമ്പത്ത് നമുക്കിങ്ങനെ അധാർമികമായി നമ്മുടെ കൈക്കലാക്കുക എന്ന് നോക്കിയാൽ, എനിക്കും അതേപോലൊക്കെ വലിയ കുഴപ്പമില്ല, ജീവിക്കാം, എനിക്ക് വളരെ സുഖകരമായിട്ട് ജീവിക്കാം. അവൻ്റെ കുറേ സമ്പത്ത് അധാർമികമായിട്ട് അനർഹമായിട്ട് ഞാൻ എന്നിലേക്ക് ആക്കുക. അവൻ്റെ ധനം മോഷ്ടിച്ചോ അവൻ്റെ വസ്തുവകൾ നിർബന്ധപൂർവ്വം പറിച്ചൊക്കെ എനിക്ക് എൻ്റെ സ്വന്തമാക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പലരും ചെയ്യാത്തത് എന്താണ്? ഇത് അധാർമികമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ മറ്റൊരാളെ ദ്രോഹിക്കുന്നത് അധാർമികമാണ്. ഇത് ദൈവം എന്നുള്ള ഒരു ശക്തി ഉള്ളതുകൊണ്ട് ഇതെല്ലാം, ഞാൻ ദൈവത്തിനെ കാണുന്നില്ല, പക്ഷേ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. എൻ്റെ പ്രവൃത്തികൾ മൊത്തം കാണുന്നുണ്ട്. അത് മറ്റൊരാൾ കണ്ടില്ലെന്നുണ്ടെങ്കിലും ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ഞാൻ ഈ അധാർമികമായിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്താൽ എൻ്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ഞാൻ ഇങ്ങനൊരു അധാർമിക പ്രവൃത്തി ചെയ്താൽ അത് ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ട്. മറ്റാരും കാണുന്നില്ലെങ്കിലും ഈശ്വരൻ കാണുന്നുണ്ട്. അതിൻ്റെ ഫലം ഈശ്വരൻ എനിക്ക് തരും. അത് വളരെ ദോഷകരമായിരിക്കും എൻ്റെ അടുത്ത തലമുറയ്ക്ക്. ചിലപ്പോൾ എനിക്ക് അതുകൊണ്ട് ചില സുഖലോലുപതയിൽ ജീവിക്കാൻ കഴിയുമെങ്കിലും എൻ്റെ അടുത്ത തലമുറയ്ക്ക് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഈശ്വരൻ അതിനുള്ള ശിക്ഷ തരും.
എന്നുള്ള ഒരു ചിന്ത കാരണം നമ്മൾ പല തെറ്റുകളിൽ നിന്നും നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ പിന്തിരിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ പല സംഭവങ്ങളും പല സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ തെറ്റുകളിൽ നിന്നും നമ്മളെ മാറ്റിക്കൊണ്ടു പോകുന്നത് ഈ ഒരു ചിന്ത തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ ഒരു ഭാഗമാണ്. എന്നാൽ ഭൗതികമായിട്ട് ചിന്തിക്കുന്നവരോ, എനിക്ക് ജീവിക്കണം, അത് മറ്റൊരാളിന് ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റൊരാളിന് ദ്രോഹകരമായ പ്രവൃത്തിയാണെങ്കിൽ കൂടിയും അതിൽ വലിയ തെറ്റൊന്നുമില്ല. അവൻ ജീവിക്കുന്നതിൻ്റെ കൂടെ എനിക്കും ജീവിക്കണം, അതുകൊണ്ട് എനിക്ക് ഭൗതികമായിട്ടുള്ള സുഖങ്ങളാണ് എനിക്ക് വലുത്, അതുകൊണ്ട് എനിക്ക് ആ രീതി ജീവിക്കണം എന്നുള്ള ചിന്തകളിൽ പല ആൾക്കാരിലും തെറ്റായ ബോധം ഉണ്ടാക്കാൻ അതൊരു നിമിത്തമാകും. ഈ ആത്മീയ ചിന്ത അല്ല ഈശ്വര ചിന്ത ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എല്ലാ ഭൗതികവാദികളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. എത്രയോ പേരുണ്ട്, എത്രയോ ആത്മീയമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, തെറ്റുകൾ ചെയ്യുന്നവർ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ലൊരു ശതമാനം ആൾക്കാരെയും തെറ്റുകളിൽ നിന്നും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത് ആ ഈശ്വരൻ എന്നുള്ള ഒരു ചിന്തയും ഈശ്വരനെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധവും ഒക്കെ തന്നെയാണ്. ഇവരെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നേരിട്ട് ദൈവത്തിനെ കണ്ടിട്ടില്ലല്ലോ, പിന്നെന്തിന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു? പിന്നെ എവിടെ ദൈവം ഇരിക്കുന്നത്? ദൈവം എവിടെ ഇരിക്കുന്നു? നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടില്ലല്ലോ. ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേ വരത്തില്ല, നമുക്കെല്ലാം കാണാൻ പറ്റത്തില്ല എന്ന് ചോദിക്കും. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുക, ഈ നിരീശ്വരവാദികൾ ചിന്തിക്കുന്നുണ്ടോ ഇവരുടെ അപ്പൂപ്പന്മാരുടെ അപ്പൂപ്പന്മാരെ, അതായത് ഒരു 4 തലമുറയ്ക്ക് മുമ്പുള്ളവരെ ഇവർ കണ്ടിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞു കേട്ടറിവല്ലേ ഉള്ളൂ. നിനക്ക് നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ അമ്മ, അതിൻ്റെ അമ്മ, അതിൻ്റെ അമ്മ, അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, അവരുടെ പിൻതലമുറകളാണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഇല്ല, അങ്ങനല്ല, ഞങ്ങൾ ഈ സ്വയംഭൂവാണെന്ന് ആരും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. സ്പോണ്ടേനിയസ് ആയിട്ട് ഞങ്ങൾ ഉണ്ടായതാണെന്ന് ആരും പറയുന്നില്ല. അപ്പം അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ വെറും ഒരു വിഡ്ഢിത്തമായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ കാണാത്തതിനെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ എന്ന് പറയുന്ന ഇവർ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അത് തെറ്റാണ്. കാരണം നമ്മൾ കാണാത്തതിനെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും, അനുഭവം കൊണ്ട് നമ്മൾ പലതിനെയും വിശ്വസിക്കേണ്ടി വരും. ഉദാഹരണത്തിന് വൈദ്യുതി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല, അത് അഗോചരമാണ് എന്ന് പറയുന്നത് നമ്മൾ വൈദ്യുതിയെ വിശ്വസിക്കുന്നില്ലേ? ഉണ്ട്. ഈ നമ്മുടെ മുന്നിൽ കത്തി നിൽക്കുന്ന ബൾബ് പ്രകാശിക്കുന്നത് എങ്ങനെയാണ്? വൈദ്യുതി ഉണ്ട്, പക്ഷെ അത് നമ്മൾ കാണുന്നില്ല. പക്ഷെ അതിൻ്റെ ആ പ്രഭാവം നമ്മൾ ഈ നമ്മുടെ മുന്നിൽ കത്തിയിരിക്കുന്ന വൈദ്യുത വിളക്കിൽ നിന്നും നമ്മളുടെ വീട്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫാനിൻ്റെ ചലനത്തിൽ നിന്നും നമ്മുടെ മുന്നിൽ പ്രവർത്തിക്കുന്ന ടെലിവിഷനിലും ഒക്കെ ഉണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ വൈദ്യുതിയെ നമ്മൾ അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു കാണാത്ത അതിനെ നമ്മൾ വിശ്വസിക്കുന്നു, അങ്ങനെ ഉണ്ട്. അതേപോലെ തന്നെ ഈ കാറ്റിനെ നമ്മളാരും കാണുന്നില്ല, പക്ഷേ കാറ്റ് എന്ന് പറയുന്നത് സത്യമാണ്, ആണല്ലോ. അതിൻ്റെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, ഇതെല്ലാം നമ്മൾ ഇതിനെയൊന്നും കാണുന്നില്ല, പക്ഷേ അതിൻ്റെ ആ പ്രവർത്തന ശക്തി കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ അറിയുന്നു. കാറ്റുണ്ട്, വൈദ്യുതിയുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ശക്തി. നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല, ഈശ്വരൻ്റെ ആ പ്രവർത്തന ശക്തി, ഈശ്വരൻ്റെ നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രവൃത്തി, പ്രപഞ്ചത്തിലുണ്ടാക്കുന്ന പ്രവൃത്തി കാരണം പല പ്രവൃത്തികളും നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിലും നമുക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നു. അപ്പം ഈ നിരീശ്വരവാദികൾക്കോ ഈ ഭൗതികവാദികൾക്കോ നമ്മളോട് ആ രീതിയിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ്, നിരർത്ഥകമാണ്. കാരണം അവർ ഈശ്വരനില്ലെന്ന് അവർ വിശ്വസിക്കുന്നവരെ വിശ്വസിച്ചോട്ടെ, നമുക്കത് കുഴപ്പമൊന്നുമില്ല, അവർ ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. പക്ഷേ ആത്മീയവാദികളെ നിരുത്സാഹപ്പെടുത്താനും അവരെ
വളരെ പിന്നെ ഈ പിന്തിരിപ്പന്മാരാണെന്ന് പറഞ്ഞ് ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാമോ അതെല്ലാം അവർ ആരാധനാലയങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുക. അവർ നൂറ്റാണ്ടുകളായി പാലിച്ചു വരുന്ന മറ്റാർക്കും ദ്രോഹം ഇല്ലാത്ത രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുക, കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഈ ഭൗതികവാദികൾ ചെയ്യുന്നത്. കാരണം അവർക്ക് നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ആത്മീയത എന്ന് പറയുന്ന ഒരു ചിന്താധാര ലോകത്തിൽ നിന്ന് ആയിരിക്കണം. ആത്മീയവാദികളുടെ മുകളിൽ അവർക്കൊരു അധീശത്വം ഉണ്ടായിരിക്കണം. അവരുടെ എന്തൊക്കെ ബിംബങ്ങളുണ്ടോ അതിനെയെല്ലാം നശിപ്പിച്ച് അവരെ വെറും ഒരു അവരെ അവരെ എല്ലാ രീതിയിലും അവരുടെ ചിന്താധാരകളും എല്ലാം നശിപ്പിച്ച് അവരെ വളരെ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിട്ട് മാറ്റിക്കൊണ്ട് തങ്ങളുടെ അധീശത്വം അവർക്ക് മേളിൽ സ്ഥാപിക്കാനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. അതാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. നമുക്കറിയാം. ഇപ്പം ചിലർ എൻ്റെ കൃഷ്ണ, എൻ്റെ അയ്യപ്പ, എൻ്റെ ദേവി, എൻ്റെ ശിവ ഭഗവാനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മറ്റ് ചിലരെന്താണ് വിളിക്കുന്നത്? എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. വേറൊരു വിഭാഗം എൻ്റെ റബ്ബേ, എൻ്റെ പടച്ചവനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മറ്റാരെയും ദ്രോഹിക്കുന്നതല്ല. ഓരോ വിഭാഗം അവർ വിശ്വസിക്കുന്നത് ദേശങ്ങൾക്കും കാലത്തിനും അനുസരിച്ച് ഈശ്വര ചൈതന്യങ്ങളെ നമ്മൾ പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രം. റബ്ബെന്ന് വിളിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും കർത്താവെ എന്ന് വിളിച്ചാലും എല്ലാം നമ്മളായ ഏക ചൈതന്യത്തെ നമ്മൾ പല പേരുകളിൽ വിളിക്കുന്നു. ഇവരാരും ഈ പറയുന്ന ഏത് ഈശ്വരനെ വിളിക്കുന്നവരും സമൂഹത്തിനെ ദ്രോഹിക്കുന്നില്ല. അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ദൈവത്തെ വിളിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം ഈ റബ്ബെന്ന് വിളിച്ച് ദൈവത്തിൻ്റെ റബ്ബെന്ന് വിളിക്കുന്നവരും അവരും ചിന്തിക്കുന്ന എന്താണ്? ഞാൻ തെറ്റ് ചെയ്താൽ ഈ റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ട്. എൻ്റെ ഇഹലോകവാസത്തിന് ശേഷം ഞാൻ റബ്ബിൻ്റെ അടുത്ത് ആണ് പോകുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം എൻ്റെ വിധി അവിടെ വെച്ച് നീ ജീവിച്ചിരുന്ന സമയത്ത് നീ എന്തൊക്കെ തെറ്റ് ചെയ്തു അതിനുള്ള ഫലം നീ അനുഭവിക്കണം എന്ന് റബ്ബ് പറയും എന്നുള്ള ചിന്തയിലാണ് അവർ ജീവിക്കുന്നത്. ഇതേ അവസ്ഥയിലാണ് കർത്താവിനെ എന്ന് വിളിക്കുന്നവരാണേലും കൃഷ്ണ എന്ന് വിളിക്കുന്നവരും ചിന്തിക്കുന്നത്. ഞാൻ ഈ ഭൂമിയിൽ വെച്ച് മറ്റൊരാളെ ദ്രോഹിച്ചാൽ അതിൻ്റെ ഫലം ഞാൻ എൻ്റെ ഈ ഇഹലോക വാസത്തിന് ശേഷം ദൈവത്തിൻ്റെ അടുത്ത് എന്നാൽ ദൈവം അതിനെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യരുത്, ഞാൻ നന്മ മാത്രം ചെയ്യുക എന്നുള്ള ചിന്ത കാരണം നമ്മൾ പലരും തെറ്റുകളിൽ നിന്ന് നമ്മൾ പിന്തിരിയും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഈശ്വരന് ആഗ്രഹം എന്താണ്? ഈശ്വരന് സമ്പത്തിൻ്റെ ആവശ്യമില്ല, ഈശ്വരന് ഒന്നിൻ്റെ ആവശ്യമില്ല. ഈശ്വരൻ പറയുന്നത് എന്താണ്? നിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം വെച്ച് നീ നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റ് സഹജീവികളെ സഹായിക്കുക, അതാണ് എന്നെ സേവിക്കുന്നതിന് തുല്യം. ഇത് തന്നെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിലും ഒക്കെ നമ്മൾ അന്നദാനം നടത്തുന്നു. ഈ പിന്നെ മുസ്ലിം മത വിശ്വാസികൾ അവരുടെ പെരുന്നാൾ റംസാൻ കാലത്ത് അവർ സക്കാത്ത് കൊടുക്കുന്നു. പാവങ്ങൾക്ക് അവർ ധനം കൊടുത്ത് സഹായിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, അന്നദാനം നടത്തുന്നു. ഈ ക്രിസ്ത്യൻ പള്ളികളിലും ഇതേപോലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതെല്ലാം ഈശ്വര സേവയുടെ ഒരു ഭാഗമാണ്. ഈ ഈശ്വരൻ എന്നുള്ള ഒരു ചിന്തയില്ലെന്നുണ്ട് ആരിലും ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്തുമോ? ചർച്ചുകളിൽ ഇതേപോലുള്ള സേവനങ്ങൾ നടത്തുമോ? റംസാൻ കാലത്ത് ആരെങ്കിലും സക്കാത്ത് കൊടുക്കുമോ? ഇല്ല. ഈശ്വരൻ എന്നുള്ള ഒരു ചിന്തയില്ലെങ്കിൽ ഈ മൂന്ന് കൂട്ടർ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ഈശ്വരൻ എന്നുള്ള ഒരു വിശ്വാസം, ആത്മീയ ബോധം ഉള്ളതുകൊണ്ട് മാത്രമാണ് സക്കാത്ത് കൊടുക്കുന്നതും ചർച്ചുകളിലെ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതും ക്ഷേത്രങ്ങളിൽ അന്നദാനം പോലുള്ള കാര്യങ്ങളും ഒക്കെ മറ്റു രീതിയിലുള്ള ധനസഹായങ്ങളും ഒക്കെ നടത്തുന്നതും ഒക്കെ ഈ ആത്മീയതയുടെ ഒരു ഭാഗമാണ്. ആത്മീയത കൊണ്ടുള്ള സമൂഹത്തിനുണ്ടാകുന്ന ഗുണങ്ങളാണ്. മറ്റുള്ളവരത് ഈ ഭൗതികവാദികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരവരുടെ ഉണ്ടാക്കുന്നത് അവരുടെ സമൂഹത്തിന് അവരുടെ തലമുറകൾക്കും ജീവിക്കാൻ വേണ്ടി മറ്റാർക്കും ഒരു രീതിയിലുള്ള ഒരു ധനസഹായമായിട്ട്
പിന്നെ ഇതേപോലുള്ള സേവന പ്രവർത്തനങ്ങളായിട്ട് ചെയ്യാതെ അവർ സമ്പാദിച്ചു കൂട്ടുന്നു. അവരതിൽ നിന്നും കൊണ്ടുവന്ന് ധനത്തിൻ്റെ മുകളിൽ പിന്നെ സമ്പാദിക്കുന്നത് കൊണ്ട് കൂട്ടുന്നു, അതിൻ്റെ മുകളിൽ വീണ്ടും കൊണ്ടിടുന്നു. അങ്ങനെ അവർ സമ്പത്ത് കുന്നുകൂട്ടി കൂട്ടി കൂട്ടി കൊണ്ടുവരും. അതേസമയം ആത്മീയവാദികൾ എന്താണ് ചെയ്യുന്നത്? ഇതേ രീതിയിൽ അവർ സമ്പാദിക്കുന്ന ധനത്തിൽ ഒരു ഭാഗം അന്നദാനം, സക്കാത്ത്, മറ്റ് സാമ്പത്തിക സഹായ പ്രവർത്തനം ഇതിനൊക്കെ അവർ വിനിയോഗിക്കുന്നു. അത് തന്നെ നമ്മൾ ചിന്തിക്കുക. ആത്മീയത കൊണ്ട് സമൂഹത്തിന് എന്തുമാത്രം ഗുണങ്ങളുണ്ടാകുന്നുണ്ട്. ദ്രോഹങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആത്മീയവാദികളെ കൊണ്ട് ഒരു രീതിയിലും ദ്രോഹങ്ങൾ ഉണ്ടാകുന്നില്ല. ആത്മീയവാദി ഒരിക്കലും പറയത്തില്ല അവൻ ഭൗതികവാദിയാണ്, അവനെ അങ്ങ് ഇല്ലായ്മ ചെയ്തേക്കാം, അല്ലെ അവനെ അങ്ങ് നശിപ്പിച്ചേക്കാം എന്ന് ആത്മീയവാദി ചിന്തിക്കുന്നില്ല. കാരണം ആത്മീയവാദി ചിന്തിക്കുന്നത് എന്താണ്? അവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ഞാനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതേപോലെ തന്നെയാണ് ഈ ഭൗതികവാദിയും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. ദൈവമേ അവൻ്റെ ചിന്ത മാറ്റിയിട്ട് അവനെ നേർവഴിക്ക് കൊണ്ടുവരണേ എന്ന് ആത്മീയവാദി ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഭൗതികവാദി എന്താണ് ചെയ്യുന്നത്? ഈ ആത്മീയവാദം ഈ ലോകത്ത് വളർന്നാൽ ഭൗതികവാദത്തിന് അത് ഒരുപാട് ദോഷമുണ്ടാകും. ഈ ഭൗതികവാദികൾക്ക് വളരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ആത്മീയവാദിയെ എങ്ങനെയും അവനെ ദ്രോഹിക്കുക, ആത്മീയവാദം എന്ന് പറയുന്ന ഒരു ചിന്ത തന്നെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കുക, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് മാത്രമായിരിക്കും ഭൗതികവാദികളുടെ ചിന്ത. അപ്പം തീർച്ചയായിട്ടും ലോകത്തിൽ രണ്ട് ചിന്താധാരകളുള്ളതിൽ, ആത്മീയതയും ഭൗതികതയും എന്നുള്ള രണ്ട് ചിന്താധാരകളുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും മേന്മയുള്ളതും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ളതും തീർച്ചയായും ആത്മീയത തന്നെയാണ്, അല്ലെ ആത്മീയവാദികൾ തന്നെയാണ്. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. ആത്മീയതയെ മുതലെടുത്ത് മനുഷ്യൻ്റെ ആത്മീയതയെ സ്പിരിച്വാലിറ്റിയെ മുതലെടുത്ത് ധനസമ്പാദനം ഒരുപാട് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. അത് കാരണം ഇപ്പോൾ ഒരുപാട് നീണ്ടു പോകണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഇന്നത്തെ എൻ്റെ ഒരു വിശകലനം ഞാനിവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോകളിലായിട്ട് നമുക്കിതേക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം, സംസാരിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ.